നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. ശ്രോതാക്കൾക്ക് അവിസ്മരണീയ അനുഭവമായി ദിവ്യ സംഗീതോത്സവം. മാർത്തോമ സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMNCയും മാർത്തോമ സൺഡേ സ്കൂൾ സമാജവും ചേർന്നൊരുക്കിയ സംഗീതോത്സവത്തിൽ ഭദ്രാസന തലത്തിൽ 1, 2 സ്ഥാനങ്ങൾ നേടിയ 32 ടീമുകൾ പങ്കെടുത്തു. ജൂനിയർ, സീനിയർ വിഭാഗങ്ങളെ തിരിച്ചു നടത്തിയ മത്സരത്തിൽ സീനിയർ വിഭാഗത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ട്രിനിറ്റി ഇടവക 1ാം സ്ഥാനം നേടി. മേക്കുഴൂർ ഇടവക സൺഡേ സ്കൂളിന് 2ാം സ്ഥാനവും വാളകം സെന്റ് തോമസ് മാർത്തോമ ഇടവകയ്ക്ക് 3ാം സ്ഥാനവും ലഭിച്ചു. ജൂനിയർ വിഭാഗത്തിൽ മുക്കോലക്കൽ ബഥേൽ ഇടവകയ്ക്കാണ് 1ാം സ്ഥാനം. വഴുതക്കാട് ശാലയം 2ാം സ്ഥാനവും വാളകം സെന്റ് തോമസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരത്തിന് ശേഷം ചേർന്ന സമ്മേളനം ഡോക്ടർ യുയാക്കിം മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് റവറന്റ് CV എബ്രഹാം മെമ്മോറിയൽ, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത സിൽവർ ജൂബിലി എൻഡോവ്മെന്റ് പ്രൈസുകളും സമ്മാനിച്ചു. ആരാധനയിലൂടെയും പാട്ടിലൂടെയും യേശുവിനെ കൂടുതൽ അറിയുവാനും സമർപ്പണത്തിലേക്ക് നയിക്കാനും കഴിയണമെന്ന് സഫ്രഗൻ മെത്രാപ്പോലീത്ത പറഞ്ഞു. ആരാധനയിൽ സംഗീതത്തിന്റെ സ്ഥാനം വളരെ വലുതാണ്. സത്യത്തിലും ആത്മാവിലും വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ദൈവത്തെ കൂടുതലായി അറിയുന്നവർക്കേ ഇത് സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ആരാധനയിൽ സംബന്ധിക്കുന്നവർ, പാട്ട് കേൾക്കുന്നവർ, അവരുടെ ഹൃദയത്തിലേക്ക് യേശു കർത്താവിനെ ഉയർത്തി കാണിപ്പാനും യേശു കർത്താവിൻ്റെ സ്നേഹത്തെ സംവേദനം ചെയ്യുവാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ ആരാധന അർത്ഥവത്തായിട്ട് തീരുന്നത്. ആ വിധത്തിൽ നമ്മുടെ ആരാധന അർത്ഥവത്തായി തീരുവാൻ, അതിലൂടെ ആരാധനയിൽ വന്നു ചേർന്നവർ ഒരുപടി കൂടെ യേശു കർത്താവിൽ സ്നേഹിപ്പാനും അടുക്കുന്നതിനും സമർപ്പിക്കുന്നതിനും മുഖാന്തരമാകുന്നതിനിടയായിത്തീരണം. സമാജം ജനറൽ സെക്രട്ടറി റവറന്റ് ജോർജ് ചെറിയാൻ അധ്യക്ഷനായിരുന്നു. DSMNC ഡയറക്ടർ റവറന്റ് ഉമ്മൻ K. ജേക്കബ്, സമാജം അസിസ്റ്റന്റ് സെക്രട്ടറി റവറന്റ് സനൽ ചെറിയാൻ, സമാജം വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജേക്കബ് കോശി, ട്രഷറർ സജു മാത്യു, DSMNC ട്രഷറർ മാത്യു കുര്യൻ, റവറന്റ് ജോൺ മത്തായി, റവറന്റ് സിബു പള്ളിച്ചിറ, റവറന്റ് ജിതിൻ മാത്യു, റവറന്റ് സൂരജ് ചെറിയാൻ, റവറന്റ് ഷിബി മാത്യു, റവറന്റ് സക്കറിയ ജോൺ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം 1, 2 സ്ഥാനങ്ങൾ നേടിയവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ കാലം ചെയ്ത മോർ അത്താനാസ്യോസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പോലീത്തയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്തു. യുയാക്കിം മാർ കുർലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, മാത്യൂസ് മാർ സെറാഫൈം എപ്പിസ്കോപ്പ, സീനിയർ വികാരി ജനറൽ വെരി റവറന്റ് ജോർജ് മാത്യു, വികാരി ജനറൽ വെരി റവറന്റ് മാത്യു ജോൺ, സഭാ സെക്രട്ടറി റവറന്റ് എബി ടി മാമൻ, വൈദിക ട്രസ്റ്റി റവറന്റ് ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് ആൻസൽ സക്കറിയ തുടങ്ങിയവരും ശുശ്രൂഷകളിൽ പങ്കെടുത്തു. സഭാ സെക്രട്ടറി സഭയുടെ അനുശോചനം അറിയിച്ചു. തൻ വാക്യം ചൊല്ലുന്നു, തൻ സ്നേഹം ചുറ്റുന്നേ. അയിരൂർ JMMA ഹോളിസ്റ്റിക് സെന്ററിന്റെ നേതൃത്വത്തിൽ അയിരൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും കുഞ്ഞുങ്ങളെ കൂട്ടിയിണക്കി കഴിഞ്ഞ 5 ദിവസങ്ങളിലായി കിളിക്കൂട്ടം 2024 സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ 181 കുഞ്ഞുങ്ങൾ കിളിക്കൂട്ടത്തിൽ പങ്കെടുത്തു. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്തയുടെ സാന്നിധ്യവും നിർദ്ദേശങ്ങളും കൂടിവരവ് അനുഗ്രഹീതമാക്കി. റവറന്റ് ജെറിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. റവറന്റ് റെജി ഡാൻ കെ ഫിലിപ്പോസ്, റവറന്റ് പ്രിൻസ് ആർ, റവറന്റ് വിനോദ് കെ ജോർജ്, നീതു മേരി മാമൻ, അങ്കിത, അനീറ്റ, ബ്ലെസി, റോബിൻ റോയ്, അജോ എന്നിവർ നേതൃത്വം നൽകി. കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ഇടവക വികാരി റവറന്റ് എബ്രഹാം തോമസ് സമാപന ദിവസം സന്ദേശം നൽകി. പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും എഡ്യൂക്കേഷണൽ കിറ്റുകൾ വിതരണം ചെയ്തു. തിരുനാമത്തിൽ
സുറിയാനി സഭ മെയ് 26 ഞായർ ദിവ്യ സംഗീത ദിനമായി ആചരിക്കും. സഭയിലെ ഗായക സംഘങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനും ഗായക സംഘങ്ങളെ ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിനുമാണ് ഈ ദിനം വേർതിരിച്ചിരിക്കുന്നത്. എല്ലാ ദേവാലയങ്ങളിലും പ്രത്യേക ആരാധനാക്രമം ഉപയോഗിച്ചുള്ള പ്രാർത്ഥന ഉണ്ടാകും. ഗായക സംഘങ്ങളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയും ക്രമീകരിക്കും. സംഗീതത്തിലൂടെ ദൈവ സാന്നിധ്യം പകരാൻ വിളിക്കപ്പെട്ടവരാണ് ഗായക സംഘങ്ങളെന്ന് സഭയുടെ സംഗീത സംവേദന വിഭാഗമായ DSMNC പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ഇടവകകൾക്ക് അയച്ച സർക്കുലറിലൂടെ ഓർമ്മിപ്പിച്ചു. അത് ദൈവനിയോഗമായി തിരിച്ചറിയാനും ദൈവദത്തമായ സംഗീതകല ദിവ്യമായി പരിപോഷിപ്പിക്കാനും അനേകർക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകാനും ഇടയാകണമെന്ന് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ ചൂണ്ടിക്കാട്ടി. ജൂൺ 2 ഞായർ സഭയായി വിദ്യാഭ്യാസ വർഷാരംഭ സ്തോത്ര ശുശ്രൂഷയ്ക്കായി വേർതിരിക്കും. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പ്രാർത്ഥനകൾ ദേവാലയങ്ങളിൽ ഒരുക്കും. വിവേകത്തിലൂടെ നയിക്കേണ്ട വിദ്യാഭ്യാസം എന്നതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. ചെറുപ്രായത്തിൽ തന്നെ ധാർമ്മികതയിലൂന്നിയ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത ഇടവകകൾക്ക് അയച്ച സർക്കുലറിൽ നിർദ്ദേശിച്ചു. ക്രിസ്തീയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി കുട്ടികൾ അറിവിന്റെ അഭ്യസനം ആരംഭിക്കണം. ജ്ഞാനം ആർജിക്കുന്നതിലൂടെ വിവേകവും ബുദ്ധിയുള്ള ജീവിതവും നയിക്കാൻ കഴിയണം. 12ാം ക്ലാസ് പൂർത്തിയാക്കുന്നതോടെ ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് വർദ്ധിച്ചു വരികയാണ്. അവർ പഠനത്തിനായി പോകുന്ന സ്ഥലങ്ങളിൽ അവർക്ക് കൂട്ടായ്മ നൽകുന്നതിനും ക്രിസ്തീയ പരിപോഷണം നൽകുന്നതിനും ആ പ്രദേശങ്ങളിലെ ഇടവകകൾ ശ്രദ്ധിക്കണം മെന്നും മെത്രാപ്പോലീത്ത ഉദ്ബോധിപ്പിച്ചു. മാർത്തോമ സഭ വികസന സംഘത്തിന്റെ റാന്നി നിലയ്ക്കൽ ഭദ്രാസന പ്രവർത്തന ഉദ്ഘാടനം ജൂൺ 9-നും കേന്ദ്രതല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 14-നും നടത്തും. സബ്സിഡി നിരക്കിൽ ഗ്രോ ബാഗുകൾ, തേനീച്ച പെട്ടികൾ, സൗജന്യ പച്ചക്കറി വിത്തുകൾ, തൈകൾ എന്നിവ വിതരണം ചെയ്യുന്നതിനും റാന്നി നിലയ്ക്കൽ ഭദ്രാസന വികസന സംഘയോഗം തീരുമാനിച്ചു. ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ അധ്യക്ഷനായി. മുൻ വൈസ് പ്രസിഡന്റ് റവറൻ ജോസ് എബ്രഹാമിന് ഉപഹാരം നൽകി. ഭദ്രാസന വികസന സംഘം വൈസ് പ്രസിഡന്റ് റവറൻ തോമസ് പി കോശി, സെക്രട്ടറി ബെന്നി പുത്തൻപറമ്പിൽ, ട്രഷറർ മനോജ് ഡേവിഡ് കോശി, സാം മുള്ളംകാട്ടിൽ, തോമസ് എബ്രഹാം, റവറൻ ബിനു തോമസ്, റവറൻ രാജീവ് മാത്യു, റവറൻ തോമസ് വർഗീസ് എന്നിവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല ബിരുദ പരീക്ഷയിൽ മാർത്തോമ സഭയുടെ കോളേജുകളിൽ അഭിമാനകരമായ വിജയം. തിരുവല്ല മാർത്തോമ കോളേജിൽ 13 പേർക്ക് റാങ്ക് ലഭ്യമായി. BA പൊളിറ്റിക്കൽ സയൻസ്, BSc ബോട്ടണി മോഡൽ 2 എന്നിവയ്ക്ക് 1ാം റാങ്ക് കോളേജിലെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മോഡൽ 1-ന് ലഭിച്ച 1ാം റാങ്ക് ഉൾപ്പെടെ 8 റാങ്കുകൾ ലഭിച്ചു. മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, ഫിനാൻസ്, ടാക്സേഷൻ, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഹിന്ദി, BBA, കൊമേഴ്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ മികച്ച വിജയ ശതമാനം ലഭ്യമായി. പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിൽ തുടർച്ചയായി റാങ്ക് തിളക്കം. ഇംഗ്ലീഷ് വിഭാഗത്തിന് 1, 2, 4, 9, 10 റാങ്കുകളും, ഫിസിക്സ് വിഭാഗത്തിൽ 2ാം റാങ്കും, ഹിസ്റ്ററി വിഭാഗത്തിൽ 4, 7, 9 റാങ്കുകളും വിദ്യാർത്ഥിനികൾ കരസ്ഥമാക്കി. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമ വിഷനിലൂടെ. ശാലോം.